നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 774 774. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണ സ്വാമിനേ നമഃ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 774. ഇപ്പോൾ 41-ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. അപ്പോൾ നമ്മൾ 40-ാം ശ്ലോകം 41-ാമത്തെ സർഗ്ഗമാണ് പറയേണ്ടത്. അപ്പോൾ ആസ് യൂഷ്വൽ മുമ്പത്തെ സർഗത്തിൽ അവസാനത്തെ ശ്ലോകം ഇന്നതാന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ അതേപോലെ 40-ാം സർഗം വർണ്ണനിരൂപണം എന്നുള്ളതിൽ അവസാനത്തെ ശ്ലോകം 25 അവിടെയാണല്ലോ നിർത്തിയത്. അതെന്തായിരുന്നു? അഹിംസ സത്യവും കാമകോപലോഭനിവൃത്തിയും ഭൂതാനുകമ്പയും മറ്റും ശീലിച്ചിടണം ഏവനും. ഒരു അൺകണ്ടീഷണൽ ക്ലോസാണ്. അല്ല, കണ്ടീഷണൽ ക്ലോസാണ്. യു ഷുഡ് ഡു എന്നാണ് പറഞ്ഞത്. അൺകണ്ടീഷണൽ അല്ല, കണ്ടീഷണൽ. പറഞ്ഞില്ലേ? ഇന്നതൊക്കെ ചെയ്യണം. ഏത്? അഹിംസാ സത്യവും കാമകോപലോഭ നിവൃത്തിയും ഭൂതാനുകമ്പയും മറ്റും ശീലിച്ചിടണം ഏവനും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി 41-ാമത്തെ സർഗം ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും. അതിൻ്റെ ശേഷം വനവാസവും സന്യാസവും പറയും. അപ്പോൾ അല്ലെങ്കിൽ ഇതിന് മുമ്പേ വർണ്ണാശ്രമ നിരൂപണം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ശ്രദ്ധിക്കുക. എന്തായാലും 1-ാമത്തെ ശ്ലോകം ബ്രഹ്മചാരികൾ ചെയ്യേണ്ടും ധർമ്മങ്ങൾ ഉര ചെയ്തിടാം. ഇത് വലിയ ഒരു ഹൈസ്കൂളല്ല, കോളേജ് സബ്ജക്റ്റ് ആണത് ശരിക്കും പറഞ്ഞാൽ. അത് ഘട്ടം ഘട്ടമായിട്ട് 6, 8, 10, 12 വയസ്സിൽ പഠിച്ചിരിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? 6ഉം 7ഉം ഒരു പ്രീ ഡിഗ്രി, 8, 9, 10, 11, 12 അങ്ങനെ പറയാം. PhD അങ്ങനെ പറയാം. അത് വേണമെങ്കിൽ കോംബോ പോസ്റ്റ് ഗ്രാജുവേഷനും അല്ലേ എല്ലാം കൂടിയിട്ട് എന്ന് പറയാം നമുക്ക്. അപ്പം എന്തായാലും ഇവിടെ ബ്രഹ്മചാരികൾ ചെയ്യേണ്ടും ധർമ്മങ്ങൾ ഉര ചെയ്തിടാം. ചൗള ഉപനയനാദ്യങ്ങൾ കൊണ്ടുമിന്നിടണം ദ്വിജൻ. അതായത് ബ്രഹ്മചാരികൾ ഉപനയനാദി കർമ്മങ്ങൾ ഒക്കെ ചെയ്യണം. സദാചാരങ്ങളാൽ പുത്തൻ ജന്മം കൈകൊണ്ട മാതിരി. ബ്രാഹ്മണ്യം നേടാൻ പൂഴ്ന്ന നൂല് ഇട്ടാൽ സദാചാരങ്ങളാൽ പുത്തൻ ജന്മം കൈകൊണ്ട മാതിരി. കൃഷ്ണാനുജിനം, അതായത് മാൻതോല്, മേഖലയും പൂണൂൽ എന്നിവ ധാര്യമാം. പൂണൂല് വേണം, മാൻതോല് ധരിക്കണം ഒക്കെ വേണം. ചമതയ്ക്കോ ലക്ഷമാല കിണ്ടിയും മിക്ക നേരവും ഭംഗിക്കു വേണ്ടി മുടിയോ പല്ലോ വസ്ത്രാസനങ്ങളോ വാർന്നും മറ്റും ബ്രഹ്മചാരി. ഭംഗിക്ക് വേണ്ടിയിട്ട് പല്ല് തേക്കരുത്, മുടി വളർത്തരുത്, മുടി ചീവരുത്, ഭംഗിക്ക് വേണ്ടി വസ്ത്രങ്ങൾ ചെയ്യരുത്. ഇത് ബ്രഹ്മചരി വിദ്യാഭ്യാസ കാലത്ത് ചെയ്യേണ്ടതാണെന്നുള്ളത് എങ്ങനെയെങ്കിലും നമ്മളിപ്പോൾ അത് അഡോപ്റ്റ് ചെയ്താലത്തെ സ്ഥിതി എന്താ? ഇന്നുള്ള ഈ മയക്കുമരുന്നും കഞ്ചാവും ലഹരി പദാർത്ഥങ്ങളും കോളേജുകളിൽ വരില്ല, സ്കൂളുകളിലും വരില്ല. ഞാൻ എഴുതിത്തരാം. അപ്പോൾ അച്ഛനമ്മയ്ക്കും തോന്നണം, 8-10 വയസ്സാകുമ്പോഴേക്കും പെൺകുട്ടികളെ സീരിയലിൽ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിപ്പിക്കണം എന്ന് തോന്നുന്ന അമ്മമാർ ചെയ്യുന്ന ഗോഷ്ഠിത്തരങ്ങൾ സഹിക്കില്ല. അച്ഛൻ അങ്ങനത്തെ, അവരുടെ അച്ഛൻ ഡമ്മിയായിരിക്കും. ഞങ്ങനുണ്ടല്ലോ, അച്ഛൻ്റെ വാക്കുകൾ കേൾക്കാത്തവരായിരിക്കും. എന്താ ഇപ്പോൾ സിനിമയ്ക്ക് പോയി സിനിമയിൽ മുഖം കാണിച്ചാൽ എന്താ കിട്ടണത്? കുറച്ച് കാശ് കിട്ടും. പക്ഷെ എന്തെല്ലാം പ്രലോഭനങ്ങളും കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്.
അപ്പോൾ ഇവിടെ സദാചാരം എന്ന് പറഞ്ഞാൽ എന്താ അതറിയണം ആദ്യം. ഭാര്യയായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ, അമ്മയായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയായി ജീവിക്കേണ്ടി വരുമ്പോൾ ഈ അഭിനയം ഉണ്ടാവുക. അതുകൊണ്ടാണ് ആക്ടേഴ്സിനൊക്കെ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ദുരന്തങ്ങൾ അനുഭവിക്കുന്നത്. അത് കാരണമാണ് പ്രശ്നയോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഭാഗവതം എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് എ എൻസൈക്ലോപീഡിയാണ്, അറിവിൻ്റെ എൻസൈക്ലോപീഡിയാണ്. അതുകൊണ്ടാണ് ചമതയ്ക്കോ ലക്ഷമാല കിണ്ടിയും മിക്ക നേരവും ഭംഗിക്ക് വേണ്ടി മുടിയോ പല്ലോ വസ്ത്ര ആസനങ്ങളോ വാർന്നും മറ്റും ബ്രഹ്മചാരി വെടിപ്പാക്കായിക ഒരിക്കലും. അതീവ ശ്രദ്ധ പാടില്ല, ശ്രദ്ധയാവാം, അതീവ ശ്രദ്ധ പാടില്ല. കുളിക്കുമ്പോൾ ജപിക്കുമ്പോൾ ഉണ്ണുമ്പോഴും അതേവിധം. കുളിക്കുമ്പോൾ ആചരിക്കേണ്ട കാര്യങ്ങൾ, ജപിക്കുമ്പോൾ ആചരിക്കേണ്ട മര്യാദകൾ, ഉണ്ണുമ്പോൾ ഇന്ന് ഊണ് കഴിക്കണേനൊക്കെ വല്ല നിഷ്ഠയുണ്ടോ? എത്ര നേരം? 5 നേരോ 6 നേരോ? അതൊക്കെ പൊരിച്ചതും വറുത്തതും. അഹോ കഷ്ടം എന്നല്ലാണ്ട് എനിക്കൊന്നും പറയില്ല. കുളിക്കുമ്പോൾ ജപിക്കുമ്പോൾ ഉണ്ണുമ്പോഴും അതേവിധം. ഹോമം ചെയ്യുമ്പോഴും അവൻ മൗനം ശീലിച്ചു കൊള്ളണം. ഇന്നിപ്പോൾ പൂജ ചെയ്യുന്നവനാണ് ചെണ്ട കൊട്ടണവനുമായിട്ട് സംസാരിച്ച് നിൽക്കണത്. പരമശയിലേ ഇന്ന് എല്ലാവരും അമ്പലവാസികൾക്ക് പൂജാരി ഏട്ടനാണ്. പരമശയിലേ സംബോധന എങ്ങനെയാണ്? തിരുമേനിന്നൊന്നും ഒരിക്കലും വരുന്നില്ല, ഏട്ടൻ. അപ്പോൾ ഹോമം ചെയ്യുമ്പോഴും അവൻ മൗനം ശീലിച്ചു കൊള്ളണം. ക്ഷൗരം പാടില്ല, അതായത് താടി വളർത്താൻ പാടില്ല, ഹെയർ കട്ട് പാടില്ല, ക്ഷൗരം പാടില്ല. വീര്യത്തെ നശിപ്പിക്കായി ഒരിക്കലും. അവിടെയാണ് കുടുങ്ങിയത്. ന്യൂ ജനറേഷന് അന്തം വിട്ടിട്ടുണ്ടാവും, എന്തിനാണ് ഈ താക്കീത് എന്ന്. ഈ താക്കീത് അറിഞ്ഞാൽ, അച്ഛനും അമ്മയും ജോലിക്ക് വേണ്ടി പുറത്തു പോയാൽ 16 വയസ്സായ 16 വയസ്സായ ചേച്ചി 13 വയസ്സായ സഹോദരനിൽ നിന്ന് ഗർഭം ധരിക്കില്ല. ഐ ആം സോറി, ഈ ഒരു ശ്രീകൃഷ്ണ കഥാമൃതം പറയുമ്പോൾ ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ ഇത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും അറിയാം? നശിപ്പിക്കായിക, വീര്യത്തെ നശിപ്പിക്കായി ഒരിക്കലും. ഇവിടെ വീര്യം എന്ന് പറഞ്ഞാൽ ഓജസ്, തേജസ്. ബ്രഹ്മചാരി അറിഞ്ഞിടാതാകിലോ ഭക്തിപൂർവകം മുങ്ങിക്കൊളിച്ചു ഗായത്രി ജപിച്ചിടണം. മാവതും കഴിയുന്നത്ര സമയം ബ്രഹ്മചാരി അറിഞ്ഞിടാതാകിലോ. അതായത് ഈ ആൺകുട്ടികൾക്ക് ശീഘ്രസ്ഖലനം പറഞ്ഞിട്ടൊരു പരിപാടി ചെറുപ്പകാലത്തുണ്ടാവും. അങ്ങനെ സംഭവിച്ചാൽ മുങ്ങിക്കുളിക്കണം, ശരീരശുദ്ധി. ഉടനെ ഗായത്രി ജപിക്കണം എന്നാ. ഈശ്വരനിൽ മനസ്സ് നിർത്താൻ, ഈശ്വരനിൽ മനസ്സ് നിർത്താനാണ് ഗായത്രി ജപിക്കുന്നത്, അല്ലാണ്ട് ഇല്ലാത്തത് ഉണ്ടാവാനല്ല, ഭംഗിയുള്ള കുട്ടീനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടല്ല. ബ്രഹ്മചാരി അറിഞ്ഞിടാതാകിലോ അതായത് അറിയാണ്ട് സ്കലിച്ചാൽ ഭക്തിപൂർവകം മുങ്ങിക്കുളിച്ചു ഗായത്രി ജപിച്ചിടണം. ആവതും, ഇത്ര എന്നല്ല, ആവതും, ആവുന്നത്ര. 2 സന്ധ്യയിലും സ്നാന ജപഹോമാദി ചെയ്തുടൻ. പ്രാതസന്ധ്യയിലും സായം സന്ധ്യയിലും സ്നാന ജപഹോമാദികൾ, കുളിക്കണം, ജപിക്കണം, ഹോമാദികൾ ചെയ്യണം. അഗ്നിഹോത്രം, അഗ്നിയെ സംരക്ഷിക്കുക. വന്നിച്ചിടണം ഗുരു ഗോവിപ്രവൃദ്ധാദരെ സ്വയം. വന്നിക്കുക, നമസ്കരിക്കുക, തൊഴുക. ആരേനെ? ഗുരുവിനെ, പശുവിനെ, ബ്രാഹ്മണരെ, വയസ്സായിട്ടുള്ളവരെ. അപ്പോൾ വന്നിച്ചിടണം ഗുരു ഗോവിപ്രവൃദ്ധാദ്യരെ സ്വയം. ഞാനാണ് ആചാര്യനോർത്തിയിടിൽ അവമാനിച്ചു പോകല. ഞാനാണ് ആചാര്യനോർത്തിയിടിൽ അവമാനിച്ചു പോകല. ആചാര്യസ്ഥാനം കിട്ടിയാൽ മറ്റുള്ളവരെ അപമാനിക്കാനും പാടില്ല, ആചാര്യനെ അപമാനിക്കാൻ പാടില്ല. വെറും മനുഷ്യനെന്നെണ്ണിപ്പോകായ ഈശ്വരനാം ഗുരു. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടോ?
ആത്മവിദ്യ പറഞ്ഞു കൊടുക്കണവൻ ഈശ്വരനാണ്, ദേവനാണ്, ഭഗവാനാണ് എന്ന് ശിഷ്യൻ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഗുരുവിനെ വിറ്റ് തിന്നും. ഈ സപ്താഹത്തിൽ അങ്ങനെ ഒരു പരിപാടിയുണ്ട്. എന്താ, ആരെ കൊണ്ടാണ് ഇവൻ ആചാര്യനായത് അയാൾക്കെതിരെ പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ അയാളെ എന്തിനാണ് വിളിക്കണത്, എത്രയൊക്കെ കാശ് കൊടുത്തിട്ട് എനിക്ക് അതിൻ്റെ ഒരു 80% തന്നാൽ മതി, ഞാൻ 75 കോംപ്രമൈസ് ചെയ്യാം, 3 കൊല്ലം അടുപ്പിച്ച് തന്നാൽ എന്ന് പറയുന്ന ശിഷ്യന്മാരുണ്ട്. കമ്മിറ്റിക്കാർ വിവരമില്ലാതെ കണ്ട് യെസ് എന്ന് പറയും. അപ്പോൾ ഇവന് ബലം കൊടുത്ത കമ്മിറ്റിക്കാരും പാപികളായിട്ട് തീരും. അപ്പം ഞാനാണ് ആചാര്യനോർത്ത് ഇടിൽ അവമാനിച്ചു പോകല, വെറും മനുഷ്യനെന്നെണ്ണി പോകായക ഈശ്വരനാം ഗുരു. ഇത് 6, 8, 10, 12 വയസ്സിൽ മനസ്സിലാക്കിയാൽ ഈ പ്രശ്നം വരുമോ? വരില്ല. ഭിക്ഷ വാങ്ങിയുടൻ ഭക്തിപൂർവം 2 നേരവും ആചാര്യനു സമർപ്പിച്ചിട്ടല്ലാതെ ഉണ്ണായക ഒരിക്കലും. ബ്രഹ്മചര്യാവസ്ഥയിൽ ഉച്ചയ്ക്കും വൈകുന്നേരം ഭിക്ഷ വാങ്ങി ഗുരുവിന് കൊടുത്ത് ഗുരു കഴിച്ച് ഗുരുവിൻ്റെ ആദേശപ്രകാരം കഴിക്കാൻ പാടുള്ളൂ എന്നാണ്. ഗുരു ചിലപ്പോൾ ശിഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടി ഉണ്ടോളാൻ പറയില്ല. അപ്പോൾ ഗുരു ശ്രദ്ധിക്കും ഇവനെ. അപ്പോൾ ഇവൻ കട്ടു തിന്നേ കാണാണ്ട് തിന്നേ അങ്ങനെയൊക്കെ ചെയ്താൽ ശാപത്തിന് ഭാഗവാക്കാവും. ആചാര്യന് സമർപ്പിച്ചിട്ടല്ലാതെ ഉണ്ണായക ഒരിക്കലും ഗുരുവിനരിയിൽ തന്നെ വാണുകൊള്ളേണം എപ്പോഴും. അപ്പോൾ പിന്നെ എങ്ങനെ ഇപ്പോൾ അച്ഛനമ്മ കാണുമ്പോൾ കുട്ടികൾ ടെക്സ്റ്റ് ബുക്കോ നോട്ട് ബുക്കോ വായിക്കണതായിട്ട് പ്രിട്ടൻഡ് ചെയ്യും. സത്യത്തിൽ അവർ ബുക്കിൻ്റെ ഉള്ളിൽ എന്താ വയ്ക്കണത്, ഫോണത്രേ. അപ്പോൾ ലൈറ്റ് പോയാൽ കാണാം സ്ക്രീനിലത്തെ ലൈറ്റ്. പറഞ്ഞ ശൈലി. അപ്പോൾ ഇന്ന് സർവത്ര ചീറ്റിങ്ങാണ്. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഗുരുവിനരികിൽ തന്നെ വാണുകൊള്ളേണം എപ്പോഴും, ഏതേത് ആവശ്യവും കാത്തുകൊണ്ടു ഭൃത്യൻ്റെ മാതിരി. ഗുരുനാഥൻ എന്തൊക്കെ ആഗ്രഹാഭിലാഷങ്ങളുണ്ട് അതൊക്കെ സമയാസമയത്ത് നിറവേറ്റലായിരിക്കണം ശിഷ്യൻ്റെ ജാഗ്രത. അതിനായിരിക്കണം. ഏതാവശ്യവും കാത്തുകൊണ്ട് ഭൃത്യൻ്റെ മാതിരി ദാസഭാവത്തിൽ മേവണം. അതായത് ദാസ്യഭാവത്തിൽ ഭഗവാൻ ഈശ്വരനോട് എങ്ങനെ ഭക്തിയുണ്ട് അങ്ങനെയുള്ള ഭക്തി. പക്ഷേ ഇപ്പം ഈശ്വരനോടുള്ള ഭക്തി ആവരുത്. എന്താ ഇപ്പം അങ്ങനെ പറയാൻ കാരണം, ഞാനാണ് ഈ ക്ഷേത്രത്തിലെ ക്ഷേത്രജ്ഞനെ കൊണ്ടു നടക്കുന്നത് എന്നുള്ള അഹങ്കാരത്തോടു കൂടിയിട്ടാവരുത്. ദാസഭാവത്തിൽ വേണം വിദ്യാർത്ഥി ഗുരുഭൂതരിൽ അങ്ങോട്ടൊരക്ഷരം പോലും മറിച്ചോദായക ഒരിക്കലും. തർക്കുത്തരം ഒന്നും പറയാൻ പാടില്ല എന്നാ, തിരിച്ചൊന്നും പറയാൻ പാടില്ല. അനാഡംബരനായി തന്നെ ഗുരുഗേഹത്തിൽ ഈ വിധം. ഗുരുവിൻ്റെ ആശ്രമത്തിലാണല്ലോ താമസിച്ച് പഠിക്കുക പണ്ടത്തെ കാലത്ത്. അപ്പോൾ ഗുരുഗേഹ ആഡംബരം ഉണ്ടാവാൻ പാടില്ല. തലമുടി വെട്ടണമെങ്കിൽ വെട്ടാം. എങ്ങനെ? മിലിറ്ററി കട്ട് ചീന്തി വയ്ക്കാൻ പാടില്ല. അപ്പോൾ ഗുരുഗോയകത്തിലെ വിധം വിദ്യാസമാപ്തി പര്യന്തം വാഴേണം വ്രതനിഷ്ഠനായി. വിദ്യാസമാപ്തി കഴിയണവരെ വാഴേണം വ്രതനിഷ്ഠനായി, വ്രതങ്ങൾ ആചരിച്ചുകൊണ്ട്. ബ്രഹ്മലോകം കൊതിച്ചിടിൽ ആയുഷ്കാലം മുഴുക്കയും ആചാര്യന് സമർപ്പിച്ചു കൊള്ളേണം വിനയത്തോടും. ബ്രഹ്മലോകം വേണോ വൈകുണ്ഠം വേണോ എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ബ്രഹ്മലോകം കൊതിച്ചിടിൽ ആയുഷ്കാലം ജീവുള്ള കാലം മുഴുക്കയും ആചാര്യന് സമർപ്പിച്ചു കൊള്ളേണം വിനയത്തോടും. വിനയത്തോടു കൂടി ആചാര്യപാതാരവിന്ദത്തിൽ കുടികൊള്ളണം. എന്നാലോ മോക്ഷം ഉറപ്പായി. ആത്മാവിലും ഗുരുവിലും അഗ്നിയിങ്കലും ഈ വിധം. 3 ആളെ പറഞ്ഞു. ആത്മാവ്, ഗുരു, അഗ്നി ഒരേപോലെയാണ്. പരമാത്മ ചൈതന്യവും ഗുരുവും തീയും ഒന്നാണെന്ന്. ആത്മാവിലും ഗുരുവിലും അഗ്നിയിങ്കലും ഈ വിധം. ഭൂതങ്ങളേതിലും ഭേദഭാവം വെട്ടു മഹാമതി. ഭൂതങ്ങൾ, ജീവജാലങ്ങൾ ഒന്നിനോടും ഭേദഭാവം പാടില്ല. ഒന്ന് ശ്രേഷ്ഠം, ഒന്ന് തരം താണത്, അങ്ങനെ പറയരുത്. പറഞ്ഞാൽ തെറ്റി. കാരണം ഇതെല്ലാം ബ്രഹ്മാനുവൃത്തികളാണ്. എന്നെ തന്നെ ഉപാസിച്ചിടയണം ബ്രഹ്മനിഷ്ഠനാമവൻ. ഭഗവാൻ പറയാണ്, ശ്രീഹരി പറയാ, ശ്രീകൃഷ്ണൻ പറയാണ് ഉദ്ധവരോട്. എന്ത്?
എന്നെ തന്നെ ഉപാസിച്ചിടണം. മറ്റുള്ളവരെ, താഴെയുള്ളവരെ ഉപാസിക്കരുത്. ബഹുമാനിക്കുക, ഉപാസിക്കേണ്ട ആവശ്യമില്ല. ഇതാരാ പറഞ്ഞു തരിക? എല്ലാവരും അയ്യപ്പൻ്റെ സിദ്ധാന്തം അറിയാണ്ട്, പഴനി ആണ്ടവൻ്റെ സിദ്ധാന്തം അറിയാണ്ട് ശബരിമലയ്ക്കും അല്ലെങ്കിൽ പഴനിമലയ്ക്കും പോയിട്ട് കാര്യമുള്ള സിദ്ധാന്തം അറിയണം. പഴനിമല സ്വാമി തൻ്റെ അച്ഛനോടുള്ള നീതി പുലർത്താൻ വേണ്ടി എല്ലാം ത്യജിച്ചവനാണ്. അങ്ങനത്തെ മക്കളാണോ പഴനിക്ക് പോണത്? ശബരിമലയിൽ ഭൗതിക ജീവിതം വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് 12ാമത്തെ വയസ്സിൽ ശ്രീധർമ്മശാസ്താവിൻ്റെ വിഗ്രഹത്തിൽ ലയനം പ്രാപിക്കുകയാണ് മണികണ്ഠൻ. അതാണോ നമ്മുടെ ഉദ്ദേശം? പിന്നെ എന്താ ചെയ്യുക? എന്നെ തന്നെ ഉപാസിച്ചിടേണം ബ്രഹ്മനിഷ്ഠനാമവൻ. ബ്രഹ്മചാരികളേവർക്കും ഓർക്കാനുണ്ടൊരു സംഗതി. എല്ലാവർക്കും ഒരു സംഗതി ഓർക്കാനുണ്ട്. എന്താണത്? അത് പറഞ്ഞാൽ നമ്മൾ തെറ്റും. സ്ത്രീജനത്തിൻ്റെ സല്ലാപദർശനാദി വിവർജ്യമാം. സ്ത്രീജനത്തിൻ്റെ സല്ലാപദർശനാദി വിവർജ്യമാം. വിവർജിക്കണം. സ്ത്രീകളായിട്ട് വീഴ്ച പാടില്ല, പരിചയം പാടില്ല എന്നാ. എന്നാൽ തെറ്റിപ്പോകുന്ന ശരിയാണതേ. ഉരുട്ടി വെച്ച വെണ്ണയും ജ്വലിച്ച് നിൽക്കുന്ന തീയുമാണ്. ഇവിടെ തീയെ പുരുഷനും വെണ്ണ സ്ത്രീയാണ്. അപ്പോൾ വെണ്ണ ഉരുട്ടി വെച്ചത് പുരുഷൻ്റെ അടുത്തേക്ക് പോയാൽ എന്താ ഉണ്ടാവുക? സ്വയം ഉരുകി നെയ്യായി പോവും. അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇണചേരും പ്രാണികളെ പോലും കാണായൊരിക്കലും. ആനയാണെങ്കിലും കുതിരയാണെങ്കിലും സുലഭമായിട്ട് നായ്ക്കളേനെ കാണുക, അങ്ങോട്ട് നോക്കാൻ പാടില്ല. പണ്ട് വലിയ വലിയ വീടുകളിൽ അല്ലെങ്കിൽ ചെറിയ വീടുകളിലും ഉപജീവനത്തിന് വേണ്ടി പശുക്കളെ വളർത്തും. പശു പ്രസവിക്കുന്നത് പെൺകുട്ടികളും ആൺകുട്ടികളും കാണില്ല, കാണാൻ പാടില്ല. അതൊക്കെ വലിയവർ മാനേജ് ചെയ്തോളും. മനസ്സിലായില്ലേ? പണ്ട് പേറ്റിച്ച് പ്രസവം എടുക്കുന്നവൾ സ്ത്രീയാണ്. ഇപ്പോൾ ഗൈനക്കോളജിസ്റ്റ് അത് ഈ സ്പെഷ്യലൈസേഷൻ വന്നതോടുകൂടിയിട്ടാണ് പ്രശ്നമായത്. വൈദ്യർ പ്രസവം തരുന്നില്ല പണ്ടത്തെ കാലത്ത്. അതിന് അറിവും ബോധമുള്ള സ്ത്രീകളുണ്ട്, പേറ്റിച്ചി എന്ന് പറഞ്ഞിട്ട്. അവർക്കറിയാം കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത്. അശ്ലീല ഗ്രന്ഥ ചിത്രങ്ങളകറ്റിയിടണം എത്രയും. ഇപ്പം ഫോൺ ഒഴിവാക്കിയാലേ അത് നടക്കുള്ളൂ. ആരും പണ്ട് കാര്യമില്ല, കാലം അതിക്രമിച്ചു പോയി. അശ്ലീല ഗ്രന്ഥചിത്രങ്ങളകറ്റിയിടണം എത്രയും. മിണ്ടാൻ തിന്നാൻ തൊടാൻ വയ്യാത്തവൻ നീക്കേണം എപ്പോഴും. ഏതാശ്രമസ്ഥാനായാലും ഇനി ബ്രഹ്മചരി എന്നല്ല, ഗൃഹസ്ഥനാണെങ്കിലും വാനപ്രസ്ഥനാണെങ്കിലും സന്യാസിയാണെങ്കിലും മനോവാക്കായ സംയമം ശീലിച്ചിടണം. മനസ്സ്, വാക്ക്, സംയമം. ഒരു കാര്യം പറയുന്നതിന് മുമ്പ് 2 പ്രാവശ്യം ആലോചിക്കണം. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താവും? ആരോടാ സംസാരിക്കണത്? എവിടെ നിന്നിട്ടാണ് സംസാരിക്കണത്? എന്താണ് സംസാരിക്കണത്? എപ്പോൾ സംസാരിക്കണം? ഇതൊക്കെ ശ്രദ്ധിക്കണം. ഏതാശ്രമസ്ഥാനായാലും മനോവാക്കായ സംയമം ശീലിച്ചിടേണം. സർവത്ര ഭഗവത് ഭക്തിഭാവവും. സർവത്ര എല്ലാവരിലും ഭഗവത് ഭക്തി ഉണ്ടാവണം. പൊല്ലപ്പോയോ ഇത് കേൾക്കണ്ടെന്നാണ് വിചാരിച്ചാൽ അടച്ചു വെച്ചോളൂ, എനിക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, പറഞ്ഞ് അവസാനിപ്പിക്കും. ഇപ്പം എൻ്റെ ഒരേ ഒരു ലക്ഷ്യം എന്താ? ശ്രീകൃഷ്ണ കഥാമൃതം കഴിഞ്ഞാൽ ദിവസം 2-3 എപ്പിസോഡ് ഒരു 20 മിനിറ്റ് ഭാഗവതം മൂലം പറഞ്ഞ് കഴിക്കുക. പിന്നെ ഞാൻ ഒന്നും പറയില്ല. മനസ്സിൽ ഞാൻ, കാരണം പ്രായം, വീട്ടിൽ കമ്മിറ്റ്മെൻറ്റ് ഒക്കെ ഉണ്ട്. ഇനി കുറേ കഴിഞ്ഞാൽ ധ്യാനത്തിലിരിക്കുക, അല്ലെങ്കിൽ സ്വയം ഭാഗവതം വായിച്ചും കൊണ്ടിരിക്കുക, അടിച്ച് പൊളിച്ച് പ്രൊഫഷയില്ലേ. അതിനും അങ്ങനെ ഒരു താല്പര്യമുള്ളൂ ഇനി. അപ്പോൾ ശീലിച്ചിടണം സർവത്ര ഭഗവത് ഭക്തിഭാവവും. സ്നാനം, ആചമനം, അതായത് ഊത്ത് കഴിക്കുക, സന്ധ്യാവന്ദനം, ജപം, ആർജവം. സ്നാനം, ആചമനം, സന്ധ്യാവന്ദനം, ജപം, ആർജവം, സൽഗ്രന്ഥപാഠവും. നല്ല ഗ്രന്ഥങ്ങൾ പഠിക്കുക. അതാ ഞാൻ ഭാഗവതം പഠിക്കുന്നു പറയാൻ കാരണം.
സൽഗ്രന്ഥപാഠവും മറ്റും മുടക്കായിക ഒരു നേരവും മുടക്കരുത്. ഇതിപ്പോൾ എത്ര ആൾ സപ്താഹം ചെയ്യുന്നവരും സപ്താഹം കേൾക്കുന്നവരും സൽഗ്രന്ഥ പാരായണം എത്ര വായിക്കുന്നുണ്ട്? പറയൂ. മനസ്സിലായില്ലേ? സൽഗ്രന്ഥപാഠവും മറ്റും മുടക്കായിക ഒരു നേരവും, എല്ലാ നേരത്തും വേണമെന്ന ഈ വണ്ണം ബ്രഹ്മചര്യത്താൽ അഗ്നി പോലുജ്വലിപ്പവൻ. അപ്പം ബ്രഹ്മചാരിനെ കണ്ടാൽ അറിയാം, തീ തിളങ്ങുന്ന കൂടുതൽ തിളക്കം ഉണ്ടാവും. മുഖത്തേക്ക് നോക്കിയാലേ ദുർവാസനകൾ വെണ്ണീറായി തീർക്കും തീവ്രത പസ്സിനാൽ. അതായത് ദുർവാസനകൾ, വേണ്ടാത്ത വിചാരങ്ങൾ ബ്രഹ്മചാരിയെ തീണ്ടില്ല, അയാൾ സ്ട്രോങ് ആണെങ്കിൽ. ഗൃഹാർത്ഥിയെങ്കിൽ ഗൃഹസ്ഥാശ്രമമാണെങ്കിൽ ഗുരുദക്ഷിണ ചെയ്ത് ആജ്ഞയാർന്ന് താൻ വിവാഹം ചെയ്തു കൊള്ളേണം. വിദ്യതൻ പൊരുൾ കണ്ടവൻ, വിദ്യതൻ പൊരുൾ കണ്ടവനെ വിവാഹം ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ വിവാഹം ചെയ്യരുത്. എന്താ അങ്ങനെ പറയാൻ കാരണം? വിവാഹം ചെയ്യണത് ഉത്തരവാദിത്വം കൂടും. ആ ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള വിദ്യ, പരാവിദ്യ അറിഞ്ഞിട്ടില്ലെങ്കിൽ, ആത്മീയ വിദ്യ അറിഞ്ഞിട്ടില്ലെങ്കിൽ മോശം. അപ്പോൾ വിവാഹം ചെയ്തു കൊള്ളേണം. അപ്പോൾ ഗൃഹാർത്ഥിയെങ്കിൽ ഗുരുദക്ഷിണ ചെയ്ത് ആജ്ഞയാർന്നു താൻ വിവാഹം ചെയ്തു കൊള്ളേണം. വിദ്യതൻ പൊരുൾ കണ്ടവൻ, വിദ്യയുടെ പൊരുൾ കണ്ടവൻ. ഗൃഹമോ വനമോ സന്യാസമോ കൈക്കൊള്ളണം ദ്വിജൻ. ബ്രാഹ്മണനാണെങ്കിൽ വിവാഹം ചെയ്യാം, വാനപ്രസ്ഥാവാം, സന്യാസാവാം. ഇന്നിപ്പോൾ ഏത് ബ്രാഹ്മണനത് ചെയ്യണത്? സംഭാരം വെക്കുക, കൊണ്ടാട്ടം വെക്കുക, കടുമാങ്ങ വെക്കുക, അത് ധർമ്മമെന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെയല്ല. ആഹാരപദാർത്ഥങ്ങൾ ബ്രാഹ്മണ്യമുള്ളവൻ കച്ചവടം ചെയ്യാൻ പാടില്ല എന്നാണ്. അത് ഭാഗവതം പഠിക്കാത്തതിന് ഞാൻ നിരീക്ഷിച്ചാൽ നിവൃത്തിയില്ല. അപ്പോൾ ഏതാശ്രമവും ഇല്ലാതെ നടന്നീടായ ഒരിക്കലും ഏതെങ്കിലും ഒന്നിൽ നമ്മൾക്ക് പ്രതിഷ്ഠ വേണം, അല്ലെങ്കിൽ മോശം. കാരണം എന്താ? ഒരു അഡ്രസ്സ് ഉണ്ടാവില്ല. അഡ്രസ്സ് ഇല്ലാത്തവൻ എന്ന് പറയില്ലേ? അതുകൊണ്ടാണ് ഏതാശ്രമമില്ലാതെ നടന്നീടായ ഒരിക്കലും. അവിടെ നിർത്താം, സമയം എന്താണ് പറയുക, അതിക്രമിക്കണം. അപ്പോൾ 774 കഴിഞ്ഞ് 775 നാളെ പറയാം. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.